നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് അനുയായികളെ പലപ്പോഴും പരിഹാസപൂർവ്വം ആർ എസ് എസ്സുകാരും ചിലപ്പോഴൊക്കെ കോൺഗ്രസ്സുകാർ, ആർ എസ് എസ്സുകാരെന്ന് പറഞ്ഞാൽ സംഘികളെന്ന് അവർ വിളിക്കുന്ന വിഭാഗം അന്തംഗമ്മികളെന്ന് വിളിക്കാറുണ്ട്. ഇത് വെറുതെ വിളിക്കുന്നതല്ല എന്നുള്ളത് ഞങ്ങളാ പേരിന് അല്ലെങ്കിൽ ആ പരിഹാസത്തിന് സർവ്വതാ യോഗ്യന്മാരാണ് എന്നുള്ള ഒരു വസ്തുത അവർ അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയൊരു തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കുവാനുള്ള ഒരു ചെറിയ കൗതുകകരമായിട്ടുള്ളൊരു സംഗതി. ഇൻസ്റ്റാഗ്രാമിൽ നടന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്നാണ് അതിന് പറയുക. ഇൻസ്റ്റാഗ്രാമുമായി പരിചയം അധികമില്ലാത്തവർ പ്രേക്ഷകരുടെ ഇടയിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്നാണ് അതിന് പറയുക. ഒരു സംഭവം വളരെ നിസ്സാരമാണ്. ജർമ്മനിയിൽ നിന്നുള്ള ഒരു യുവാവ് ഭാരതം സന്ദർശിക്കുവാനെത്തി. ഇൻഡോ ജർമ്മൻ വൈബ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ പേര്. അദ്ദേഹം ഭാരതത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനിടെ അദ്ദേഹം ഒരു മൃഗസ്നേഹിയാണ്. തെരുവ് നായ്ക്കളുമായി ഇടപഴകുകയും തെരുവ് നായ്ക്കളിൽ നിന്ന് ഏതോ ഒരു തെരുവ് നായ്ക്കളിൽ നിന്ന് അദ്ദേഹത്തിനൊരു നഖം കൊണ്ടൊരു പോറലുണ്ടായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ, കയ്യിലോ മറ്റോ. അതേ തുടർന്ന് അദ്ദേഹം വിചാരിച്ചു റാബീസ് മെഡിസിൻ എടുത്ത് കളയാം, പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്ത് കളയാമെന്ന് തീരുമാനിക്കുകയും ഒരു സർക്കാർ ആശുപത്രിയിൽ ചെല്ലുകയും അവിടെ നിന്ന് സൗജന്യമായി ആ കുത്തിവയ്പ്പ് അദ്ദേഹത്തിന് നൽകപ്പെടുകയും ചെയ്തു. അത് സംബന്ധിച്ച് സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്, മനോഹരമാണ്. വളരെ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ ആശുപത്രിയിലുള്ളത്. വാക്സിൻ സൗജന്യമായി ലഭിച്ചു. ഭാരതത്തിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആനമയിലൊട്ടകവുമായി നമ്മുടെ നാട്ടിലുള്ള ഒരു അന്തംഗമ്മി, പേര് ഞാൻ മറയ്ക്കുന്നില്ല, CD അനിൽകുമാർ എന്നുള്ളൊരു വ്യക്തിയാണ് രംഗപ്രവേശം ചെയ്യുന്നത്. ആ രംഗപ്രവേശം ചെയ്ത വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ കമൻ്റ് ഇട്ടത് ഇങ്ങനെയാണ്. ഞാനൊന്ന് വായിക്കാൻ, കൃത്യമായിട്ടത് വായിച്ചാലേ ആ ഒരു അന്തംഗമ്മിത്തരത്തിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി കേരള, പ്ലീസ് ഡോണ്ട് സേ ഇന്ത്യ, സേ കേരള ആസ് വെൽ, ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് കേരള ഹാസ് ദ ബെസ്റ്റ് ഗവേണൻസ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ ആൾ അന്തംഗമ്മിയാണെന്ന്. CD അനിൽകുമാർ എന്നാണ് ഈ അന്തംഗമ്മിയുടെ പേര്. ഇത്രയും മനസ്സിലായല്ലോ. ചുരുക്കി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളമായിരിക്കും. ഇതിനെ ഇന്ത്യ എന്ന് പറയരുത്, വ്യത്യാസമുണ്ട്. ഇന്ത്യ ഒരു പല സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. കേരളത്തിലാണ് ഏറ്റവും നല്ല ഭരണമുള്ളത്, അതുകൊണ്ട് പറയണം. അതായത് ഒരു വിഘടനവാദമുണ്ടല്ലോ, ഒരു കട്ടിങ് സൗത്ത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനമാണ് ഈ കണ്ടത്. കേരളം ഒരു വ്യത്യസ്ത രാജ്യമാണ്, കാരണഭൂതൻ തമ്പ്രാൻ്റെ കീഴിലുള്ളൊരു പ്രത്യേക രാജ്യമാണ്, ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളൊരു മനോഭാവം പല അന്തംഗമ്മികളും ഒരുപാട് ജിഹാദികളും വെച്ച് പുലർത്തുന്നുണ്ട്. കാരണഭൂതൻ തമ്പുരാൻ്റെ കീഴിലാണെന്ന് ജിഹാദികൾ വിശ്വസിക്കുന്നില്ല. അത് ഭാവിയിൽ ഞമ്മൻ്റെ ഖലീഫയുടെ കീഴിലാകുമെന്നാണ് അവരുടെ ഒരു ആഗ്രഹം. ഇത്തരത്തിലുള്ളൊരു മനോഭാവം വെച്ച് പുലർത്തുന്ന അന്തംഗമ്മിയാണ് ഇദ്ദേഹം. ഇനി തീർന്നില്ല. ഇത് ഇത്രയും പറഞ്ഞിരുന്നുവെങ്കിൽ അന്തംഗമ്മികളുടെ ഒരു സ്വാഭാവിക പ്രതികരണം എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ അന്തംഗമ്മികളായിപ്പോയി, ഇത്തരം വിഘടനവാദികളായിപ്പോയി, രാജ്യവിരുദ്ധരായിപ്പോയി എന്നുള്ളൊരു വിഷമത്തോടു കൂടി നമുക്ക് കടന്നു പോകാമായിരുന്നു. ആ ജർമ്മൻ യുവാവ് ഇതിനൊരു പ്രതികരണം നടത്തി. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സൂറത്ത്, ഗുജറാത്ത് ബ്രദർ, ഇത്രയേ ഉള്ളൂ. അതായത് സംഭവം നടന്നത് അദ്ദേഹത്തിന് ഈ പരിചരണമെല്ലാം സൗജന്യമായി ലഭിച്ച് സർക്കാർ ആശുപത്രിയിലെ സൗകര്യം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയത് ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു. അന്തംഗമ്മിയുടെ കഥ കഴിഞ്ഞു. അന്തംഗമ്മിയെ അന്തരീക്ഷത്തിലിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ജനം. ഇനി ഈ CD അനിൽകുമാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ളൊരു മനോഭാവം വെച്ച് പുലർത്തുന്ന അന്തംഗമ്മികളുടെ ഒരു പരിച്ഛേദം മാത്രമാണ്, ഒരു പ്രതിഫലനം മാത്രമാണെന്നുള്ളത്. ഈ അനുയായികൾ മാത്രമാണോ ഇങ്ങനെ? അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, മലയാളത്തിൽ പറഞ്ഞാൽ 7 തെറ്റ് അതിൽ തന്നെ വരുത്തുന്ന വിദ്യാഭ്യാസ മന്ത്രി, വീട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ പരമോന്നത നേതാവായ കാരണഭൂതൻ, ഇവരെല്ലാം വെച്ച് പുലർത്തുന്ന മനോഭാവം ഈ അന്തംഗമ്മിയുടെ മനോഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ മനോഭാവമായിരുന്നു. പലപ്പോഴും തമാശയായിട്ടും കാര്യമായിട്ട് തന്നെ നടന്നിട്ടുള്ള ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തമാശയായിട്ട് ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യം പഴയ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയാറുണ്ട്. പണ്ടെന്നല്ല ഇപ്പോഴുമുണ്ട്, ഇവിടുന്ന് കുട്ടികളെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി റഷ്യയിലേക്ക് അയക്കുന്നൊരു പ്രക്രിയയുണ്ട്. പലപ്പോഴും റഷ്യൻ മെഡിക്കൽ ഡിഗ്രി എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വിഭാഗം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു സരണി കേരളത്തിൽ പണ്ടേ വികസിച്ചിരുന്നു. റഷ്യയിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോവുക. അത്തരത്തിൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരു സഖാവിൻ്റെ മകനോ മകൾക്കോ വേണ്ടി
പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ക്രൂഷ്ചേവിനോ അല്ലെങ്കിൽ ബ്രഷ്നേവിനോ സ്റ്റാലിൻ്റെ സമയത്തൊന്നും എഴുതിയതായ അറിവില്ല. ക്രൂഷ്ചേവിൻ്റെയും ബ്രഷ്നേവിൻ്റെയൊക്കെ സമയത്താണ് എഴുതിയിരുന്നത്. സഖാവ് ബ്രഷ്നേവിന് ഈ വരുന്നത് നമ്മുടെ സഖാവ് കരുണൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇന്നാരാണ്, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ശശിധരൻ കുണ്ടന്നൂർ. ഇത്തരത്തിലുള്ള കത്തുകൾ ഇവർ അയക്കാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ധാരണകൾ വെച്ച് പുലർത്തുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം എന്നിട്ടൊരു പ്രത്യേക രാജ്യത്തോട് സോവിയറ്റ് യൂണിയന് പ്രത്യേക ഒരു മമതയുണ്ട്. കാരണം EMSനെയൊക്കെ പലപ്പോഴും അവിടെ വിളിച്ച് സൽക്കാരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഭാരതത്തിൽ വരുമ്പോൾ ഇവരെ ഒന്നും അടുപ്പിക്കാറില്ല എന്നുള്ളതാണ് പൊതുവെ അവർ അനുഷ്ഠിച്ച് വരുന്ന ഒരു കർമ്മം, അല്ലെങ്കിൽ അവർ അനുവർത്തിച്ച് വരുന്ന ഒരു രാജ്യതന്ത്രം അല്ലെങ്കിൽ നയതന്ത്രം. അവർക്ക് വേണ്ട വില നൽകി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ട് അവിടെ കിടക്കട്ടെ, ജിഹാദികൾ ഇവരെ ഉപയോഗിക്കുന്ന പോലെ. എന്നാൽ പോലും ഇവരുടെ ധാരണ എന്ന് പറയുന്നത് നമ്മുടെ ഫാദർലാൻഡ് റഷ്യയും മദർലാൻഡ് ചൈനയുമാണ്, അല്ലെങ്കിൽ മദർലാൻഡ് റഷ്യയും ഫാദർലാൻഡ് ചൈനയുമാണ്. അത് കാലാകാലങ്ങളിൽ മാറും. ഇതെല്ലാം സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞ് കുത്തുവാള എടുത്തപ്പോൾ ഫാദർലാൻഡും മദർലാൻഡും ചൈന തന്നെ. ചൈന ഏതാണ്ട് കമ്മ്യൂണിസത്തെ പടിയടച്ച് പിണ്ടം വെച്ച് അതൊരു അയൺ കർട്ടൻ കൺട്രി ആക്കി അകത്ത് കമ്മ്യൂണിസവും പുറത്ത് കൊടിയ ക്യാപിറ്റലിസവുമായി മുന്നോട്ട് പോയപ്പോൾ ഇവർ ക്യൂബയിലേക്ക് മാറ്റിവെച്ചു ഫാദർലാൻഡിൻ്റെയും മദർലാൻഡിൻ്റെയും പട്ടം. ക്യൂബ ഇന്ന് തകർന്നടിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ജനം തീയിടുന്നൊരവസ്ഥയിലേക്ക് പോയപ്പോൾ ഇനി ഫാദർലാൻഡ് ആർക്ക് കൊടുക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മിക്കവാറും പിണറായിയാണ് ഞങ്ങളുടെ ഫാദർലാൻഡ്. പിണറായി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനല്ല, പിണറായി. അവിടുത്തെ പാറപ്പുറത്താണല്ലോ ഈ സാധനം പൊട്ടിമുളച്ച് കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചത് എന്ന് പറയപ്പെടുന്നത്. ആ പാറപ്പുറമാണ് ഞങ്ങളുടെ ഫാദർലാൻഡ് എന്ന് ഇവർ പറയുമോ എന്ന് എനിക്കറിയില്ല. കാരണം അനുദിനം ഇങ്ങനെ ഈ മാപ്പിൽ ചുരുങ്ങി 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 കനലൊരു തരിയായി വരികയാണല്ലോ. പറഞ്ഞു വന്നത് ഈ അന്തംകമ്മി മനോഭാവമാണ്. അത് തലപ്പത്തുള്ള കാരണഭൂതം തമ്പുരാന് മുതൽ ഈ കീഴേത്തട്ടിലുള്ള ഏറ്റവും കീഴേത്തട്ടിലുള്ള പ്രജയായിട്ടുള്ള അന്തംകമ്മി പ്രജയായിട്ടുള്ള CD അനിൽകുമാറിൽ വരെ ഒരേ തരത്തിൽ നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ ഗുജറാത്തി സംഭവത്തിൽ. അതായത് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ ജർമ്മൻ യുവാവ് പ്രകടിപ്പിച്ചൊരു അഭിപ്രായത്തിൻ്റെ കീഴേ ചെന്ന് ഇറ്റ് ഈസ് കേരള. ഞാൻ വീണ്ടും അതൊന്നും കൂടി വായിക്കാം. കാരണം ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിങ് തന്നെ വളരെ അന്തംകമ്മിത്തരത്തിൻ്റെ ഒരു മൂർധന്യമാണ്. ഇറ്റ് മസ്റ്റ് ബി കേരള. പ്ലീസ് ഡോണ്ട് സേ ഇന്ത്യ, സേ കേരള ആസ് വെൽ. എന്തിനാണ് അവിടെ ആസ് വെൽ എന്ന് എനിക്കറിയില്ല. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് കേരള ഹാസ് ദ ബെസ്റ്റ് ഗവേണൻസ്. അതായത് നമ്പർ 1 കേരളം ഉണ്ടല്ലോ, അതാണ് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഒരു എല്ലാത്തിലും നമ്പർ 1 കേരളം. വെട്ടിക്കലിലായിരിക്കും, സ്വർണ്ണക്കൊള്ളയിലായിരിക്കാം, ഈ പോക്സോ വിവാഹങ്ങൾ മാമൻ്റെ ഗോവിന്ദ മാമയുടെയും ശിവൻകുട്ടി മാമയുടെയും കാർമ്മികത്തിൽ നടത്തി കൊടുക്കുന്നതിലായിരിക്കും. ഇതിലെല്ലാം നമ്പർ 1 കേരളമാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഗുഡ് ഗവേണൻസിനെ കുറിച്ചാണ്, നല്ല ഭരണത്തെക്കുറിച്ചാണ്. അതും കാരണഭൂതവും കേരളവുമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ അന്തംകമ്മികൾ പറയും അതാണ് ബന്ധം. അതാണ് CD അനിൽകുമാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൗതുകകരമായിട്ടുള്ളൊരു സംഭവമായിട്ടും ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അന്തംകമ്മി മനോഭാവത്തിൻ്റെ ഒരു വിശകലനമായിട്ടും അവതരിപ്പിച്ചത്. നിങ്ങളുടെ അന്തംകമ്മി അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്തംകമ്മി മനോഭാവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ. അതേ സംബന്ധിച്ച് കമൻറ്റുകളിൽ കൂടുതൽ അഭിപ്രായങ്ങളായി അറിയിക്കുക. നിങ്ങളുടെ ഈ അന്തംകമ്മി അനുഭവങ്ങൾ അറിയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ മറ്റഭിപ്രായങ്ങളും അറിയുവാൻ താല്പര്യമുണ്ട്. കമൻറ്റുകളിലൂടെ അവ രേഖപ്പെടുത്തുക എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.